എന്തൊക്കെയാണ് ബ്രിട്ടാസെ ഈ വിളിച്ചു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ? അമിത്ഷാ രാജിവെക്കണം. ഇതിപ്പോ ബ്രിട്ടാസിന്റെ ഈ ഒരു പറച്ചിൽ അമിത്ഷാ ഉടൻ തന്നെ, എനിക്ക് തോന്നുന്നു അമിത്ഷാ ഇന്നലെ തന്നെ ബ്രിട്ടാസ് ഇങ്ങനെ പറയുമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അമിത്ഷാ ഇന്നലെ തന്നെ രാജിവച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. എന്തൊക്കെ പ്രഹസനങ്ങൾ കാണണമല്ലേ? അതിമോഹങ്ങൾ പലതും കാണാം, കേൾക്കാം. കാരണം സ്വപ്നം കാണുന്നതിന് അതിരുകളില്ലല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറയുന്നത് ഒരു ബ്രിട്ടാസിനും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനും ഒരു തരത്തിൽ ഈ പറയുന്ന രീതിയിൽ അമിത്ഷാ അവിടെ ഇരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലെങ്കിൽ അത് ഉടൻ തന്നെ പ്രധാനമന്ത്രി അറിയിച്ചുകൊണ്ട് അമിത്ഷായെ ആ കസേരയിൽ നിന്ന് തെറിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അമിത്ഷാ മാത്രമല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇടതുപക്ഷം അത് ബ്രിട്ടാസ് തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് ആരൊക്കെയാണ്, ഏതൊക്കെ കേന്ദ്രമന്ത്രിമാരാണ് ഈ പറയുന്ന രീതിയിൽ രാജിവെച്ച് പുറത്ത് പോകേണ്ടത് എന്നതിനെപ്പറ്റി ഒരു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കുക. ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നേരെ അങ്ങ് നമ്മുടെ മോദിക്ക് തന്നെ അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ ഓരോ ദിവസവും ഓരോ കേന്ദ്രമന്ത്രിമാരെയായിട്ട് ഇതുപോലെ രാജിവെപ്പിച്ച് പുറത്ത് മാറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബ്രിട്ടാസല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? കഷ്ടമെന്നല്ലാതെ ഇതിനെയൊക്കെ എന്താ പറയാം? ശരിക്കും പറഞ്ഞാൽ ഈ പാറ്റാ സമരം കൊണ്ട് ഏറ്റവും വലിയ തോതിൽ നാണം കെട്ട് ചൂളിപ്പോയ പാർട്ടി ഉണ്ടെങ്കിൽ അത് ഒന്ന് ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ കോൺഗ്രസുമാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടി വരും. അതായത് തങ്ങളെ കൊണ്ട് ഒരു ചുക്കിണി ചുണ്ണാമ്പിനും കൊള്ളത്തില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു രീതിയായിരുന്നു പാറ്റാ സമരം കൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത്. അതായത് BJP അത് ആ ഒരു തരത്തിൽ മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇവർ പ്രതീക്ഷിച്ചിരുന്ന വേറെ പലതുമൊക്കെ ആയിരുന്നു. ആ പ്രതീക്ഷകൾക്ക് കോട്ടം തട്ടുന്ന തരത്തിലോട്ട് അമിത്ഷായും മോദിയും കൂടെ ഒരു നീക്കം നടത്തി സമരം ഒറ്റ അടിക്ക് അങ്ങ് ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റി. കാരണം ഈ പറയുന്നത് കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് കമ്മികളും കുമ്മികളും ഒക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന കാര്യം എന്താണ്? ഇത് വലിയ തോതിൽ നാളെ കത്തിച്ചുകൊണ്ട് എന്തൊക്കെയോ സംഭവ വികാസങ്ങളൊക്കെ നടത്തി ഇപ്പോൾ അങ്ങ് മോദിയെ പിടിച്ച് താഴെ ഇറക്കാമെന്നൊക്കെ പല രീതിയിൽ കിനാവുകൾ കണ്ടിരിക്കുന്ന പലരുമൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ തലക്കിട്ട് കൊട്ടുന്ന തരത്തിലോട്ടുള്ള ഒരു പരിപാടിയായിപ്പോൾ ഈ സമരം ഒറ്റയടിക്ക് നിർത്തിച്ചപ്പോൾ എന്നുള്ളതാണ് വാസ്തവം. അതിന്റെ ബോധം ഇപ്പോഴും പലർക്കും വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. കാരണം പലരുടെയും കിളി പോയി എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരസ്പര ബന്ധമില്ലാത്ത പലതരത്തിലുള്ള കാര്യങ്ങൾ പലരിൽ നിന്നും വരുന്നത്. ഈ പറയുന്ന തോതിൽ തന്നെ ഇപ്പോൾ കൊങ്ങികളുടെ ഭാഗത്ത് നിന്ന് തന്നെ രാഹുൽ ഗാന്ധിയെ പൊക്കി അടിച്ചുകൊണ്ടൊക്കെ എന്തൊക്കെയോ പറയുന്ന കേട്ടു. എന്തോ രാഹുൽ ഗാന്ധിയാണ് ഈ സമരത്തിന് എന്തോ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി മറിക്കുന്ന തരത്തിലുള്ള കുറച്ച് പോസ്റ്റുകൾ ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊന്നും തന്നെ നാണമില്ലേ ഇമാതിരിയുള്ള വർത്തമാനങ്ങൾ പറയാനായിട്ട്? കാരണം പാർട്ടികളുടെ ഈ സമരം കൊണ്ട് ഏറ്റവും വലിയ തോതിൽ നാണം കെട്ടിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഈ പ്രഹസനങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വെറും പൊട്ടന്മാരല്ല എന്നുള്ള ചിന്തയെങ്കിലും വേണം ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു സമരത്തിലൂടെ ഏറ്റവും കൂടുതൽ നാണക്കെട്ട് പോയിരിക്കുന്നത് മാത്രമല്ല, വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിനാണ്. അതായത് ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ. അതായത് ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഒരു ചുക്കും ചെണ്ണാമ്പ് ഇവരെ കൊണ്ട് നടക്കാനില്ല എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു സമരമായിട്ട് ഇതിപ്പോൾ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം പാർട്ടികൾക്ക് പോലും ഇപ്പോൾ ഈ ഒരു സമരത്തിലൂടെ ഒരു വിലയുണ്ടായി. പ്രതിപക്ഷ പാർട്ടികൾ ഒരു വിലയും ഇല്ലാതാവുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങളാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് പാർട്ടികളുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നടക്കുന്ന കുറേയധികം കമ്മി കോങ്ങികൾ പരമ കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPയും CJPയും കൂടെ ഇട്ട് പണി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തിനാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ബ്രിട്ടാസിന്റെ ഈ ഒരു തരത്തിലുള്ള സംസാരമൊക്കെ തന്നെ കേൾക്കുമ്പോഴത്തേക്ക് എന്തായാലും അമിത്ഷായെ രാജിവെപ്പിച്ചിട്ട് ഇനിയിപ്പോൾ ബ്രിട്ടാസ് അടങ്ങത്തുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിട്ട് ഇനി ആ കസേരയിലേക്ക് ബ്രിട്ടാസിന് കയറി ഇരിക്കാനായിരിക്കും ആഗ്രഹം. കാരണം ഈ ജന്മത്ത് ഈ പറയുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായാലും ഭരണത്തിൽ വന്നുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തത്തില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. പിന്നെ ഈ പറയുന്ന മാതിരി സഖ്യം ചേർത്തുകൊണ്ട് വല്ല കാട്ടിക്കൂട്ടൽ നടത്താമെന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ തോതിലുള്ള ഉപയോഗമൊന്നും തന്നെ ഇല്ല. ഇന്നത്തെ സമരത്തോടു കൂടി തന്നെ പ്രതിപക്ഷത്തിന്റെ എല്ലാ വിധത്തിലുള്ള റോള് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലോട്ട് BJP കാര്യങ്ങൾ മാറ്റുകയും ചെയ്തു. എല്ലാ രീതിയിലും ആകപ്പാടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പ്രതിപക്ഷം ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു മറുവശം. അതിനിടയിൽ കൂടി ഇതുപോലുള്ള തമാശകൾ, അതായത് രാഹുൽ ഗാന്ധി എന്തോ മറിച്ചു, അതോടൊപ്പം തന്നെ ഇപ്പോൾ അടുത്തത് അമിത്ഷാ രാജിവെക്കണമെന്ന് പറഞ്ഞ വരുന്ന അടുത്ത ആള്, ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇനിയെങ്കിലും തിരിച്ചറിയുക, സംഘികൾ നിങ്ങൾക്കിട്ട് പണിതതാണ്. അതായത് നിങ്ങൾക്ക് നിലവിൽ എന്താണ് ഇന്ത്യയിലുള്ള സ്ഥാനം എന്നുള്ളത് സംഘികൾ ഇന്നലത്തെ ആ ഒരു രാജിയിലൂടെ, അതായത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ ഒരു രാജിയിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഇതിലൊരു റോളും ഇല്ല, നിങ്ങൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷം ബിഗ് സീറോ ആവുന്ന ഒരു നിലയിലേക്ക് സംഘികൾ കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. എന്തായാലും പരമ കഷ്ടം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഉൾപ്പെടെയുള്ളവരുടെ കാര്യം എന്ന് പറയുന്നത്. നേതാക്കന്മാരൊക്കെ തന്നെ ആകപ്പാടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തി എന്നുള്ളതും മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്.